ബിജു ബിജു വെച്ചാ ഏതാ പുതിയ കേസ് കേട്ടാന്ന് തോന്നുന്നു. എന്റെ കാര്യം പോക്കാറാ. അവരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കിട്ടുന്ന പൈസ എല്ലാം ഫോൺ വിളിച്ച് കിടന്ന വീട്ടിൽ അയച്ചു കൊടുത്തെങ്കിൽ ആ വീട് കൂടെ മേടിച്ചോട്ട് പോയത്. അവന്റെ അമ്മയ്ക്ക് തീരുന്നു പറഞ്ഞ് ഇന്നലെ കോള് വന്നതാണ്. ആകെടുത്താ പറയുന്നത് എന്നൊക്കെ നേരെ ആവാത്തിൽ പറയണമെന്നു കുട്ടിക്കോ വരുന്നില്ല. നമുക്ക് വല്ല സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സഹായമെങ്കിലും നമുക്കായിരുന്നു. ഇതൊന്ന് പറയണം, ഇതിന്റെ തീരുമാനം ഉണ്ടാക്കണം. ചുമ്മാ കഷ്ടപ്പെട്ട അവരെ വിളിക്കേണ്ട കാര്യമില്ല. നീ മീനെടുത്ത് വളർത്തിട്ടോ ആ വളർത്തിട്ടുണ്ട്. തവിങ്ങ എത്തിയാ ഫുഡായ തീറ്റ സമയമാകുമ്പോൾ എന്തോ പ്രശ്നമൊന്നുമല്ലോ. നേരത്തെ പണി ഇവിടെ അല്ല പിന്നെ മീനില്ലേ മീൻ നിനക്ക് വെച്ചാൽ സമയത്ത് ഈ മീനിനോടാക്കിട്ട് അല്ല മീനുണ്ടാ മീനുണ്ട് പോയി പെണ്ണ് കെട്ടി ജീവിക്കുന്ന അതേ കാര്യം ചെയ്ത് മീനെടുത്ത് കഴുകിട്ടാ ഇയാട് കഴുകി എന്താ കുഴപ്പമില്ല. അവന്റെ ഡ്രസ് ഉണ്ടാ മേടിച്ചാൽ അവന്റെ ആഴ്ച തോറും പോലെ ജീൻസും വെച്ചിട്ടിരിക്കുന്നു. അവൻ കൂട്ടിക്കാൻ പോണി സമയത്ത് നമുക്ക് വല്ല വെച്ച് കഴിഞ്ഞാൽ അവന് വല്ല വിചാരം നീ മീൻ ചൂടാൻ കഴിക്കൊണ്ടിരിക്കും. കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ ഓരോ ഇരിക്കാൻ അറിയാമല്ലോ. കിട്ടിയേ അതാ പുതിയ വേഗത അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റില്ലേ. പുതിയ സെറ്റപ്പടാ അല്ല ബിസി ചെയ്ത് പിന്നെ വളവ് കുറച്ച് നമുക്ക് നടക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഡയലോഗ് അവന്റെ മുന്നിൽ വെച്ച് ഡയലോഗ് അടിച്ചല്ലോ നീ കുറച്ചെടുത്ത് എന്റെ പണി നമ്മളോട് വേണം. നീ എങ്ങനെ നിന്റെ ഭാവി നോക്കിയാ മീൻ അവൻ ഇങ്ങനെ പല നമ്പറിൽ തരും. പറയാനുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഡയലോഗാ. കാര്യങ്ങൾ കണ്ടെടുക്കുമ്പോഴാണ് എല്ലാവർക്കും. എത്ര 056 056 8 നമ്പർ പറയുമ്പോ 056 86 86 34 34 56 5 ബിലാലും കൊടുക്കുന്നു. കുഴപ്പമില്ലല്ലോ. ബിജു ഞാൻ ദാ വരുന്നേ. ഹലോ ഹലോ ഗോപാലൻ്റെ വീടല്ലേ? അല്ലയോ? സോറി കേട്ടോ, സോറി. എന്താ ഈ പോലെ പുരോഗമനം ഉണ്ടാ? ഇല്ല ഒരു കാര്യം ഈ നമ്പർ പുതിയത് അടി വെട്ടണടി ഒരു മെസ്സേജ് വിട്ടു. സോറി ഫോർ ദി ഡിസ്റ്റർബ് കേട്ടോ. പെട്ടെന്ന് ശരിയോ? ഞാൻ എനിക്ക് കുറച്ച് ബിസി ഉണ്ട് വേറെ. ഹലോ ആ അതെ ഇല്ലില്ല വേറെ സംഭവം ഉണ്ടായത്. ഹലോ ഹലോ അറിയോ? എനിക്ക് ആളെ അറിയാലേ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല നമ്മളിന്നാള് ഉണ്ടായിരുന്നല്ലോ. ഒന്നും വേണ്ട. അല്ല ഞാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വിളിച്ചോട്ടോ. അല്ല നാട്ടിലെവിടാ സാറേ? അല്ല പറയുന്നേ അപ്പോൾ നമ്മളിപ്പോൾ 4 വർഷമായിട്ട് ഇവിടെ നിൽക്കുമല്ലേ, സംസാരിക്കും ഒരു അല്ല പ്രശ്നമൊന്നുമില്ല, ചുമ്മാ സംസാരിക്കാനെ കൊണ്ടേ. കുഴപ്പമില്ലല്ലോ. അല്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. താങ്ക് യു അളിയാ. രാജീവേ നീയൊക്കെ വല്ലോ കഴിക്കുന്ന എനിക്ക് വിശക്കുന്നു. ആ ചെറുക്കൻ്റെ ജീവിതം കൂടി തുറച്ചപ്പോൾ നിനക്ക് സമാധാനമായിട്ടാണ്. എന്നാൽ വല്ലവളെയും വിളിച്ച് കളയുന്ന പൈസ ഉണ്ടെങ്കിൽ ആ കുടുംബം ഒന്നെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തില്ല.